ഇരുളിൽ നടക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനമാണ്. എന്താ? യേശു ക്രിസ്തു വെളിച്ചമാണ്. ഈ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത്, അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത്. തീർച്ചയായും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു പിന്തുടരപ്പെടേണ്ട ഒരു പ്രവാചകനാണ് എന്നാണ്. യാതൊരു സംശയവുമില്ല അതില്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ജീവിതം എവിടെ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു? സുഹൃത്ത് ചോദിച്ചല്ലോ ധാർമ്മിക നിർദ്ദേശങ്ങളെ കുറിച്ച്. ബൈബിൾ പുതിയ നിയമത്തിൽ എന്ത് ധാർമ്മിക നിർദ്ദേശങ്ങളാണുള്ളത് സുഹൃത്തെ? എനിക്ക് ചോദിക്കാമല്ലോ, യേശുവിന്റെ വചനങ്ങളായിട്ടുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കുമുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ എവിടെ യേശുവിന്റെ മാർഗനിർദ്ദേശമായി പുതിയ നിയമത്തിലുള്ളത്? യേശു ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് തന്നെ കൃത്യമായ വിശദീകരണമില്ലതാനും. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഞാൻ നേരത്തെ മദ്യത്തിന്റെ കാര്യം പറഞ്ഞു. കൃത്യമായ മാർഗനിർദ്ദേശം എവിടെ? ദൈവത്തിന്റെ കാര്യം നമുക്കറിയാം. യേശു പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുവിനെ പിന്തുടരുകയാണ് വേണ്ടത്. യേശുവിനെ പൂർണ്ണമായി പിന്തുടരുകയാണ് വേണ്ടത്. യേശുവിന്റെ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത്. നേരത്തെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്ത്? യേശുവിനെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പിന്തുടരപ്പെടുന്നത് എന്ന്. യേശു ക്രിസ്തു പഠിപ്പിച്ചു, എൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം. ഈ ഏക കർത്താവ് എന്നുള്ള സിദ്ധാന്തത്തിനെതിരെ നമ്മൾ വിശ്വസിക്കുന്നു 3 ദൈവങ്ങൾ, 3 ത്രിയേക ദൈവം. അങ്ങനെ യേശു പഠിപ്പിച്ചില്ല. യേശു പഠിപ്പിച്ചു ഏക ദൈവമായ, ഏക സത്യ ദൈവമായ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കുക. നീ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വചനം. ആ ദൈവത്തെ, ഏക ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇവിടെ നമ്മൾ യേശുവിനെ തന്നെ ആരാധിക്കുന്നു. അതേപോലെ തന്നെ യേശു ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിടത്തെല്ലാം അവിടെ നമ്മളെല്ലാം വഴിതെറ്റുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. അതല്ല ഉണ്ടാകുന്നത്. യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ഇവിടെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 39-ാമത്തെ വചനത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 42-ാമത്തെ വചനത്തിൽ എങ്ങനെ മുട്ടുകുത്തി തല നിലത്ത് കുത്തി കമിഴ്ന്നു കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിച്ചത് അങ്ങനെയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനാ രീതിക്ക് പറയാ സുജൂദ്. അപ്പോ അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പരിച്ഛേദന ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. ഇങ്ങനെ യേശു ക്രിസ്തു ജീവിതത്തിൽ കൊണ്ടു നടന്നതായി ബൈബിൾ പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കുകയും മറ്റാരൊക്കെയോ പറഞ്ഞത് കൊണ്ടു നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പിൻപറ്റലല്ല. യേശു പഠിപ്പിച്ച ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഒരിക്കലും ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഓരോ വിഷയത്തിൽ ഞാനിവിടെ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ. ഇപ്പോ അതിന് വിശദീകരണം യേശു ചില സമയത്ത് സംസാരം മുറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയാണ്, വ്യഭിചരിക്കരുത് എന്ന് എഴുതപ്പെട്ടതായി നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയവൻ മനസ്സിൽ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കാൻ പാടില്ല. അതാണ് ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്. അതിന് എങ്ങനെ പ്രായോഗിക മാർഗമുണ്ട്? ഇവിടെ സെക്സ്, വിവാഹം, ലൈംഗികത എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് ക്രൈസ്തവ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട്. സാക് പുന്നനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ ആനി പുന്നനും കൂടി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഡോക്ടർ ആനി പുന്നൻ പറയുന്നു, സത്യക്രിസ്ത്യാനികളെ, ക്രിസ്തു മതത്തിൽ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ, നിങ്ങൾ വനിതകളോടാണ് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അന്യ പുരുഷന്മാരിൽ ആസക്തി ഉണ്ടാക്കാത്ത വസ്ത്രം ധരിക്കണം. അത് യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്. പക്ഷേ അതിന് എന്തൊരു ഡ്രസ് കോഡാണ് സ്വീകരിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവിടെയാണ് കൃത്യമായ മാർഗദർശനം കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വിഷയത്തിൽ ഏത് വിഷയത്തിലെടുത്തോളൂ കൃത്യമായ മാർഗദർശനം. നിങ്ങൾക്കറിയാം, ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ, വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ, അതേപോലെ തന്നെ ജീവിതത്തിലെ ഓരോ വ്യവഹാരങ്ങളുടെയും കാര്യത്തിൽ, ലൈംഗികതയുടെ കാര്യത്തിൽ എല്ലാം കൃത്യമായ മാർഗദർശനം കാണാൻ ഖുർആനിലേ പറ്റൂ. അവിടെ കൃത്യമായ മാർഗദർശനം എവിടെ? ഒരു വിഷയത്തിൽ ബൈബിൾ പുതിയ നിയമത്തിൽ വിവാഹ കാര്യത്തിലുള്ള മാർഗദർശനം എന്താ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നു, എന്താ? സ്ത്രീയെ തൊടാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഈ പൗലോസിന്റെ സിദ്ധാന്തം സ്വീകരിച്ചിരുന്നെങ്കിൽ മനുഷ്യ കുലം തന്നെ ഒരൊറ്റ തലമുറയോടുകൂടി നശിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് മാനവികതയ്ക്കെതിരാണ്. ഇസ്ലാം പറയുന്നത് എന്താ? വിവാഹം ചെയ്യണം, അത് പക്ഷേ ദൈവിക വിധിവിലക്കുകൾ പ്രകാരമാകണം.
ആ വൈവാഹിക രംഗത്ത് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായ മാർഗദർശനം. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും കൃത്യമായ മാർഗദർശനം പരിശുദ്ധ ഖുർആനിൽ നിന്നേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. നിങ്ങൾക്ക് പുതിയ നിയമത്തിലെ നിങ്ങളുടെ മാർഗദർശനം, ചർച്ച് പറയുന്ന മാർഗദർശനം എന്നല്ല, അത് നാളെ മാറാം. ചർച്ച് പറയുന്ന മാർഗദർശനം ഇന്നുള്ളത് നാളെ മാറാം, ഇന്നലെയുള്ളത് ഇന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ പറയുന്ന കൃത്യമായ മാർഗദർശനം എന്തൊക്കെയാണെന്നൊന്ന് എഴുതി വെക്കുക. ആ മാർഗദർശനം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കൃത്യമായി ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കും സ്വീകരിക്കേണ്ട മാർഗദർശനം നമുക്ക് ലഭിക്കുന്നില്ല. വേറെ ഗ്രന്ഥങ്ങളിലൊന്നും അത് ഖുർആൻ മാത്രമാണുള്ളത് എന്നുള്ളതാണ് വാസ്തവം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന് മുമ്പ് ചോദിച്ച സഹോദരൻ്റെ ഡെലിവറൻസ് ഓഫ് സിന്നുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, അതിന് മറുപടി പറയുന്നത്. നേരത്തെ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം. ഡോക്ടർ ചോദിച്ചു, പാപപരിഹാരത്തിന് ഇസ്ലാമിൽ എന്ത് മാർഗമാണുള്ളത്? ഒരാൾക്ക് പാപമാണ് എന്നറിയാതെ ഒരാൾ തെറ്റ് ചെയ്തു, എന്നാൽ അതിനെന്ത് പരിഹാരമാണുള്ളത്? പാപത്തിന് ദൈവത്തിങ്കലുള്ള ഇസ്ലാം പറയുന്ന പരിഹാരം പശ്ചാത്താപമാണ്. പാപത്തിന് ഇസ്ലാം പറയുന്ന പരിഹാരം പശ്ചാത്താപമാണ്. ഒരു കൊച്ചുകുട്ടി പാപം ചെയ്തതല്ല, മറിച്ച് അയാൾക്ക് പാപമാണ് എന്നറിയാതെ ഒരു കാര്യം ചെയ്തു. അയാൾക്ക് പാപത്തിനെ കുറിച്ച് ബോധ്യം വന്നാൽ, ആ തെറ്റാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അയാൾ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന പരിഹാരം. ഇസ്ലാം മാത്രമല്ല, യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന പരിഹാരം അതാണ്. യേശു പഠിപ്പിക്കുന്ന പരിഹാരം അതാണ്. യേശു ക്രിസ്തുവിനോട് വന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുക. യേശുവിനോട് വന്നിട്ട് ചോദിക്കുക, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? അപ്പൊ യേശു 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരിൽ പത്രോസേ, നീയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ നല്ല പഠിപ്പിച്ചത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാളാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ നല്ല പഠിപ്പിച്ചത്. മറിച്ച് യേശു ക്രിസ്തു ഒരു ശിശുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ശിശു വന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഈ ശിശുവിനെ പോലെ പശ്ചാത്താപ വിവശരായി നിങ്ങളുടെ മനം മാറ്റം വന്ന് ഈ ശിശുവിനെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഈ ശിശുവിനെ പോലെ പശ്ചാത്തപിക്കുന്നവനാകുന്നു. യേശു പഠിപ്പിക്കുക. അപ്പോ ഈ ശിശു 2 കാര്യങ്ങൾ അവിടെ ക്രിസ്തു യേശു പഠിപ്പിക്കുന്ന. ഒന്നാമത്തത്, ശിശു പാപിയല്ല. ക്രൈസ്തവ സിദ്ധാന്ത പ്രകാരം ആദാം ചെയ്ത പാപം, ഈ ശിശുക്കൾക്കെല്ലാം ഉണ്ട്. എല്ലാവരും ജനിക്കുന്ന പാപികളായിട്ടാണ്, ആദ്യ പാപവുമായിട്ടാണ്. ക്രിസ്തുവിന് അതറിയില്ല. യേശു ക്രിസ്തുവിന് ആ ക്രൈസ്തവ സിദ്ധാന്തം അറിയില്ല. അറിയുമെങ്കിൽ യേശു ഇത് പഠിപ്പിക്കില്ലല്ലോ. കാരണം അന്ന് ആ ശിശു എന്ത് ചെയ്തിട്ടില്ല? യേശുവിന്റെ കുരിശുമരണം പോലും നടന്നിട്ടില്ല. കുരിശുമരണത്തിന് മുമ്പാണ് ഈ സംഭവം. യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, ഈ ശിശുവിനെ പോലെ ആകണം. ആ ശിശു എന്താ? പാപിയാണെന്നാണ് ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുന്നിൽ പശ്ചാത്തപിക്കുകയും ആ പശ്ചാത്താപം വഴി പിന്നീട് പാപം ചെയ്യുകയില്ല. പശ്ചാത്താപത്തിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് ആ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ? സാധാരണ കുമ്പസാരത്തിന്റെ മാതിരി ഓരോ ആഴ്ചയും പശ്ചാത്തപിക്കുകയും പിറ്റത്തെ ആഴ്ചയും തെറ്റ് ചെയ്യുകയും വീണ്ടും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പറയുന്ന പശ്ചാത്താപം ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം തമ്പുരാനെ തെറ്റ് ചെയ്തു പോയി പുറത്തു തരടേന്ന് ഹൃദയത്തിനകത്തുള്ള വിചാര കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥനയാണ് പശ്ചാത്താപം. ആ പശ്ചാത്താപമാണ് ഇസ്ലാം പാപപരിഹാരത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി മാത്രം നിശ്ചയിച്ചതല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ്. ഇതല്ലാത്തൊരു പാപപരിഹാര മാർഗത്തെക്കുറിച്ച് ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മുമ്പേ ചാതുർവർണ്ണയത്തെക്കുറിച്ച് ധർമ്മസംസ്ഥാപകനായ ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണ്യം ഇവിടെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കേൾക്കുകയുണ്ടായി. മുമ്പേ ശങ്കരസ്തുതികളെ പറ്റി വിമർശിച്ച വിദ്യാവചസ്പതി വി പനോളി തന്നെ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയിലെ മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ 2-ാം പേജിൽ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ചാതുർവർണ്ണ്യം ഉണ്ടായത്? ഒരു മനുഷ്യന്റെ ഗുണഗണങ്ങളെ അനുസരിച്ചാണ് അവൻ ചാതുർവർണ്ണ്യത്തിന് ഇതാകുന്നത്. അവൻ ബ്രാഹ്മണന് പുത്രനായതുകൊണ്ട് മാത്രം അവൻ ബ്രാഹ്മണനാകുന്നില്ല. അവൻ്റെ ബ്രാഹ്മണനിലെ ഗുണങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിലേ അവൻ ബ്രാഹ്മണനാവുള്ളൂ. അല്ലാതെ ബ്രാഹ്മണന്റെ പുത്രനായതുകൊണ്ട് മാത്രം അവൻ ബ്രാഹ്മണനാകുന്നില്ല.
ഒരു ശൂദ്രന് ബ്രാഹ്മണനാകാൻ വയ്യാന്ന് എങ്ങും പറയുന്നില്ല. അതുപോലെ തന്നെ ബ്രാഹ്മണന് ശൂദ്രനാകാൻ മേലെന്നും പറയുന്നില്ല. അവന്റെ ഗുണങ്ങൾ, ഒരു ബ്രാഹ്മണന് ജനിച്ച ഒരു പുത്രന്റെ ഗുണങ്ങൾ ശൂദ്രൻ്റെതാണെങ്കിൽ അവൻ ശൂദ്രന് തുല്യനാണ്. ഒരു ശൂദ്രന്റെ ഗുണങ്ങൾ അതേസമയം ബ്രാഹ്മണ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണ തുല്യനാണ്. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വേദവ്യാസൻ, വാൽമീകി ഇവരൊക്കെ ശൂദ്രന്മാരായിരുന്നു. അവരൊക്കെ ബ്രാഹ്മണ്യത്വം സ്വീകരിച്ചവരാണ്. എങ്ങനെയാണ്? അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടാണ്. അവർ ഈശ്വരനെ അറിയാൻ ശ്രമിച്ചു. അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടാണ് അവർ ബ്രാഹ്മണരായത്. ക്ഷത്രിയനായ വിശ്വാമിത്രൻ ബ്രാഹ്മണത്വം സ്വീകരിച്ചയാളാണ്. അപ്പോൾ ചാതുർവർണ്ണ്യം എന്നുള്ളത് ഇങ്ങനെ ജാതി തിരിച്ച് ആയി പോയത് പിന്നീട് മനുഷ്യനിർമ്മിതം മാത്രമാണ്. അല്ലാതെ ചാതുർവർണ്ണ്യം ഒരിക്കലും ഒരിടത്തും ഒരു വേദത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ജാതി തിരിച്ച് വേണമെന്ന്. പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത്, സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയുണ്ടായി. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി